ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൂസ് കിച്ചൻ. ഇന്നത്തെ നമ്മളുടെ റെസിപ്പി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന ഒരു അട റെസിപ്പിയാണ് കേട്ടോ. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ അവിൽ വെച്ച് വളരെ പെട്ടെന്ന് തന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നത്, ഇൻസ്റ്റൻ്റായി ചെയ്തെടുക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അവിൽ ഉപയോഗിച്ചുള്ള അട ഉണ്ടാക്കുന്നതിന് വേണ്ടി 2 കപ്പ് അവിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഏത് കളറിലുള്ള അവിലും എടുക്കാം കേട്ടോ. അത് ഒരു തവണ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കുതിർത്ത് വെക്കണേ. ഞാനിപ്പോൾ ഇവിടെ അവിലൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 കപ്പ് നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 10 to 15 മിനിറ്റ്സ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. അടുത്തതായി മറ്റൊരു പാത്രം എടുത്ത് അതിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ അവിൽ 2 കപ്പാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ പകുതി അളവിൽ വേണം റവ എടുക്കാൻ. അപ്പോൾ 1 കപ്പ് റവ എടുക്കാം. ഇനി ഈ റവയിലേക്ക് 1 കപ്പ് തന്നെ വെള്ളം കൂടി, നോർമൽ വാട്ടറും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ്സ് ഒന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ ഇവിടെ 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുതിർക്കാൻ വെച്ച റവയും അതുപോലെ അവിലും നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒട്ടും വെള്ളമൊന്നും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് അവിലിൽ എക്സസ് ആയിട്ട് വെള്ളം നിൽക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് പിഴിഞ്ഞ് കളയണം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളത്തിൻ്റെ അളവ് കറക്റ്റാണ്. ഇതിലൊട്ടും എക്സസ് ആയിട്ട് വെള്ളം റവയിലും വന്നിട്ടില്ല, അവിലും വന്നിട്ടില്ല. ഇനി ഇതെല്ലാം കൂടി ഒരു വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ കുറച്ചും കൂടി വലിപ്പമുള്ളൊരു ബൗളെടുത്ത് അതിലേക്ക് ആ കുതിർത്ത് വെച്ച അവിലും ഇതിനോടൊപ്പം ആ കുതിർത്ത് വെച്ച റവയും കൂടി ചേർത്ത് കൊടുക്കുക. ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് കൈ വെച്ച് ഇത് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ വേണം കുഴയ്ക്കാൻ. പക്ഷേ അത്രയ്ക്ക് അങ്ങ് കട്ടിയാവേണ്ട, ഒരു അല്പം കൂടി ലൂസായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഞാനപ്പോൾ ഇതെല്ലാം ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവോള ചെറുതായി അരിഞ്ഞത്, ഒരല്പം വേപ്പില അരിഞ്ഞത്, ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ഇട്ടിട്ട് ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഉള്ളിയുടെ ഒക്കെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പ് തേങ്ങ ചെരുകിയതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കും. ഞാനിവിടെ തേങ്ങ ചെരുകിയത് ചേർത്തിട്ടില്ല കേട്ടോ. അല്ലാതെ തന്നെയാണ് ഇതിങ്ങനെ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ അതാ നോക്കൂ, ഈ ഒരു പാകത്തിലാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. ഒരുപാട് തിക്കും അല്ല, എന്നാൽ ഒരുപാട് ലൂസും അല്ല. ഈ ഒരു പാകത്തിൽ വേണം കുഴച്ചെടുക്കാൻ. നമുക്ക് ഈ മാവൊന്ന് പരത്തിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനൊരു വാഴയില എടുത്ത് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ വെച്ച് പരത്തുമ്പോൾ നമുക്ക് നല്ല കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടുമേ. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പാനിലേക്ക് ഒരല്പം മാവെടുത്ത് കൈ വെച്ച് ജസ്റ്റ് ഇങ്ങനെ പരത്തി കൊടുക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുന്നതും എളുപ്പമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ ഈ ഇലയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്, എന്നിട്ടൊന്ന് പരത്തി കൊടുക്കുകയാണ്. അപ്പം നമ്മൾ വാഴയിലയിൽ എണ്ണയൊക്കെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതിൽ നിന്ന് ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു ബോൾ, ഇങ്ങനെ ഒരു ഇത്രയും വലുപ്പത്തിലുള്ള മാവ് എടുക്കുക, എന്നിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഡയറക്റ്റ് നമ്മൾ പാനിൽ വെച്ച് പരത്തുന്നതിനേക്കാൾ എളുപ്പമായിരിക്കും. അതുമാത്രമല്ല എണ്ണ തടവിയതുകൊണ്ട് ഇലയിൽ നിന്ന് ഇത് വിട്ടു പോരാനും എളുപ്പമാണ് കേട്ടോ നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ ഈസി ആയിട്ട് നല്ലൊരു ഷേപ്പിൽ നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാം. ഇനി നമുക്ക് ഇത് പാനിലേക്ക് വെച്ച് കൊടുത്ത് എങ്ങനെ ചുട്ടെടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ അല്ലേന്ന് ഇത് വിട്ടു പോരും ചെയ്യുവേ. അടുത്തതായി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പാൻ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഞാനൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യും ഉപയോഗിക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ പരത്തി വെച്ച ആ അടയുണ്ടല്ലോ, അത് ഇലയോടുകൂടി തന്നെ ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ പാനിലേക്ക്. എന്നിട്ട് നമുക്ക് സ്ലോലി അതങ്ങ് റിമൂവ് ചെയ്യാം. വാഴയില റിമൂവ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ പൊട്ടിപ്പോകുക ഒന്നും ഉണ്ടാവില്ല കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ഇനി സ്ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഇത് ഇങ്ങനെ തന്നെ ഒന്ന് വെച്ചേക്കണം. ഒരു 2-3 മിനിറ്റിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ടത് മൊരിഞ്ഞ് വരുവേ. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ആ വശം നല്ലൊരു ചെറിയ റെഡിഷ് കളറിലേക്ക് നമുക്കിപ്പോൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരല്പം കൂടെ വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും കേട്ടോ. ഇപ്പം നമ്മളുടെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ പാനിൽ നിന്ന് ഒന്ന് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുകയാണേ. അപ്പോൾ വളരെ ഈസി അല്ലേ ഇത് ചെയ്തെടുക്കാം. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഡിന്നറിനായിട്ടോ ഒക്കെ തയ്യാറാക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു തേങ്ങാ ചമ്മന്തിയുടെ കൂടെയാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾ എങ്ങനെയാണെങ്കിലും ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.